17ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് തിരുവനന്തപുരത്ത് പ്രൗഢഗംഭീര തുടക്കം. നൂറുകണക്കിന് ചലച്ചിത്ര പ്രേമികളെ സാക്ഷിയാക്കി ലണ്ടനിലെ റൂസ്വെൽറ്റ് തിയേറ്ററിന്റെ മാതൃകയിൽ തയ്യാറാക്കിയ വേദിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മേളയ്ക്ക് തിരിതെളിച്ചു. തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു ഫിലിം കോംപ്ലക്സ് നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഉണ്ടാകണം. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ പ്രിയദർശന്റെയും മന്ത്രി ഗണേഷ് കുമാറിന്റെയും അഭ്യർത്ഥനയുടെ പശ്ചാത്തലത്തിൽ താമസിക്കാതെ തീരുമാനമുണ്ടാകും. സിനിമയ്ക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടാകും. സാധാരണ പുരാണങ്ങളിലും കഥകളിലുമൊക്കെ ദൈവമോ മറ്റു മഹർഷിമാരോ പ്രത്യക്ഷപ്പെടുമ്പോൾ 3 വരങ്ങൾ ചോദിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് എനിക്കൊരു വരം തന്നു. 6:45 പ്രിയദർശന് വീണ്ടും ഒരു വരം കൊടുത്തു. ഇനി ഒരു വരം കൂടെ ബാക്കിയുള്ളത് അത് പ്രിയദർശനും ഗണേഷ് കുമാറിനും ഇവിടുത്തെ ജനങ്ങൾക്കും സിനിമയ്ക്കും വേണ്ടി കൊടുക്കാൻ ഒന്നുകൂടെ ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായ ചടങ്ങിൽ മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷനായി. ഇന്ത്യയിൽ ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ. ഇവിടെ ഈ സിനിമ കാണുമ്പോൾ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന ഓരോ ഡെലിഗേറ്റ്സും അഭിമാനിക്കണം. നിങ്ങൾക്കുള്ള ഈ സൗകര്യം ഇന്ത്യയിൽ എവിടെയുമില്ല. ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷൻ പോൾ കോക്സ്, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി സാജൻ പീറ്റർ, ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ പ്രിയദർശൻ തുടങ്ങിയവർ ശ്രദ്ധേയ സാന്നിധ്യമായി. ഉദ്ഘാടനത്തിനു ശേഷം വിശ്വവിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ദ റിംഗ് എന്ന നിശബ്ദ ചിത്രത്തിന്റെ പ്രദർശനം വേറിട്ട കാഴ്ചയായി. ലണ്ടനിൽ നിന്നും എത്തിയ പ്രത്യേക സംഘം നിശബ്ദ ചിത്രത്തിന് ലൈവ് മ്യൂസിക് നൽകിയത് ചലച്ചിത്ര പ്രേമികൾക്ക് പുതിയൊരു ദൃശ്യവിരുന്നൊരുക്കി.